മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിലെ 4-ാം ഞായറാഴ്ചയായ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 7 ഉപമകളാണുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ 4 ഉപമകൾ നമ്മൾ കാണുന്നു. ഈശോയുടെ സുവിശേഷം സ്വർഗരാജ്യമാണ്. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ് ഈശോ നടത്തിയിട്ടുള്ളത് മുഴുവൻ. ഇന്നത്തെ സുവിശേഷത്തെ നാം വിചിന്തനം ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ പതിയുന്നത് നിധി, വിലയേറിയ മുത്ത്, വല എന്നിവയൊക്കെയാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്ന മനുഷ്യൻ അത് അന്വേഷിച്ച് നടന്ന ഒരുവനൊന്നുമല്ല. അവൻ വിലയുള്ള നിധി കണ്ടെത്തി കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. ശിഷ്യൻ എന്ന നിലയിൽ കണ്ടാൽ ഈശോയെ തിരിച്ചറിയുന്ന ഒരുവൻ തനിക്ക് വിലയുണ്ടെന്ന് കരുതിയതിരുന്നതെല്ലാം ഈശോയെ പ്രതി വിട്ടുകളയും. അവൻ കണ്ടെത്തിയത് ഉള്ളതിനേക്കാളെല്ലാം വിലയുള്ളതാണെന്ന് ശിഷ്യൻ തിരിച്ചറിയുന്നു. അപ്പോഴാണ് അവൻ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതാണ് പൗലോസ്ലീഹായിൽ സംഭവിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്ലീഹ പറയുന്നു, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഒന്നാമത്തെ വെല്ലുവിളി ഇതാണ്: ഈശോയ്ക്ക് വേണ്ടി ശിഷ്യൻ എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ത്യജിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ വില കുറഞ്ഞത് വിട്ടുകളയാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുകയാണ്? സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. ഈ രത്നത്തിന് വേണ്ടി അവൻ അന്വേഷിച്ചിറങ്ങിയതാണ്. ആദ്യത്തെ നിധി കണ്ടെത്തിയ ആളെ പോലെ ആകസ്മികമല്ല ഈ രത്നത്തിന് വേണ്ടി ഇയാൾ നടത്തുന്ന തിരച്ചിൽ. അയാൾ ഉറക്കമഴിച്ചിട്ടുണ്ടാവണം. കാരണം ഈ നിധി അയാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ആരാണ് ഈ വ്യാപാരി? ഈ വ്യാപാരി ക്രിസ്തുവാണ്. ആ വിലയുള്ള രത്നം നിങ്ങളും ഞാനുമാണ്. ക്രിസ്തു തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം വിട്ട് നമ്മെ ഓരോരുത്തരെയും വിലയായി കണ്ട് അന്വേഷിച്ചെത്തി. അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും വില നൽകി നമ്മെ സ്വന്തമാക്കി എന്നതാണ് സുവിശേഷം. സുവിശേഷത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ വിലപ്പെട്ടതായി നാമമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്വം പോലും വിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ ഈ സ്നേഹാന്വേഷണത്തിനുള്ള പ്രത്യുത്തരം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്നതിനെ ആശ്രയിച്ചാണ് നാം സ്വർഗരാജ്യത്തിനകത്തോ പുറത്തോ ആകുന്നത്. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിഞ്ഞ വലയ്ക്ക് തുല്യം. സ്വർഗരാജ്യം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഇടമാണ്. അവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉദ്ധാനത്തിന് ശേഷം തിബേരിയാസ് കടലിൽ ശിഷ്യന്മാർ പിടിച്ച മത്സ്യത്തിന്റെ കണക്ക് 153 എന്നായിരുന്നു. യഹൂദരുടെ അന്നത്തെ അറിവനുസരിച്ച് കടലിൽ 153 തരം മത്സ്യങ്ങൾ ഉണ്ടെന്നാണ്. ഇതൊരു പ്രതീകമായിരുന്നു. സ്വർഗരാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന പ്രതീകം. ആരും പുറത്തല്ല. സ്വർഗരാജ്യം ആരുടെയും കുത്തകയുമല്ല. എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട്. പക്ഷേ അതിന് നാം കൊടുക്കുന്ന പ്രതികരണമാണ് നമ്മെ നല്ലതോ മോശമോ ആക്കുന്നത്. അവസാന ദിവസം നമ്മുടെ സ്ഥാനം പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ? ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന വെല്ലുവിളി ഇതാണ്: നാം എന്തിനെയാണ് വിലയുള്ളതായി കാണുന്നത്? ക്രിസ്തുവിനെ വിലയുള്ളതായി നാം കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ അതുവരെ നമുക്ക് വിലയുണ്ടായിരുന്ന പലതിനെയും നമ്മൾ വിൽക്കേണ്ടതായി വരും. അതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ നിലപാടുകളായിരിക്കാം, നമ്മുടെ ദുശ്ശീലങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നൊമ്പരങ്ങൾ പോലുമാകാം, നമ്മുടെ ബന്ധങ്ങളാകാം. നമ്മെ വിലയോടുകൂടെ തേടുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കാൻ നമുക്ക് സാധിക്കുന്നു.
സ്വർഗരാജ്യത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയവിശാലത എനിക്ക് സാധിക്കുന്നു. നന്മയേത് തിന്മയേത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാത്തതല്ല ഇന്നത്തെ വെല്ലുവിളി. അത് നമുക്കറിയാം. പക്ഷേ അതിന് വില കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആമേൻ.